കർണൻ മഹാഭാരതത്തിലെ ഏറ്റവും വേദനാജനകവും മഹത്വമുള്ളതുമായ കഥാപാത്രങ്ങളിലൊന്നാണ്. ഈ കഥയുടെ സംഗ്രഹം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. കഥ ആരംഭിക്കുന്നത് കുന്തിയിലാണ്. ദുർവാസമുനിയിൽ നിന്നുള്ള വരമുപയോഗിച്ച് സൂര്യദേവനെ വിളിച്ചപ്പോൾ ഒരു ദിവ്യശിശു അവൾക്ക് ജനിക്കുന്നു. അവൻ തന്നെയാണ് കർണൻ. പക്ഷേ വിവാഹത്തിനു മുമ്പ് ജനിച്ച കുട്ടിയായതിനാൽ സമൂഹത്തെ ഭയന്ന് കുന്തി ആ ശിശുവിനെ ഒരു കൊട്ടയിൽ വെച്ച് നദിയിലൊഴുക്കുന്നു. ആ കുഞ്ഞിനെ കണ്ടെത്തുന്നത് ഒരു ചരിയോട്ടുകാരനായ അധിരഥനും ഭാര്യയായ രാധയുമാണ്. അവർ ആ കുഞ്ഞിനെ സ്വന്തം മകനായി വളർത്തുന്നു. അങ്ങനെ കർണൻ ഒരു സൂതപുത്രനായി വളരുന്നു. എന്നാൽ ബാല്യകാലം മുതൽ തന്നെ കർണന്റെ ഹൃദയത്തിൽ ഒരു തീയുണ്ടായിരുന്നു. ഒരു മഹാവീരനായ ധനുർവിദ്യാധാരിയാകാനുള്ള ആഗ്രഹം. ദ്രോണാചാര്യരോടൊപ്പം പഠിക്കാൻ ശ്രമിച്ചെങ്കിലും സൂതപുത്രൻ എന്ന പേരിൽ അവനെ തള്ളിപ്പറയുന്നു. അതുകൊണ്ട് കർണൻ പരശുരാമന്റെ അടുക്കൽ പോകുന്നു. ബ്രാഹ്മണനായി നടിച്ച് വിദ്യ അഭ്യസിക്കുന്നു. അവന്റെ പ്രതിഭ അതിശയകരമായിരുന്നു. എന്നാൽ ഒരു ദിവസം സത്യം പുറത്തുവരുന്നു. കോപാകുലനായ പരശുരാമൻ അവനെ ശപിക്കുന്നു. അവൻ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്റെ വിദ്യ മറക്കും. ഇതിനിടയിൽ ഹസ്തിനാപുരത്തിൽ ഒരു വലിയ രംഗം. അർജുനന്റെ കഴിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമ്പോൾ കർണൻ അവനെ വെല്ലുവിളിക്കുന്നു. പക്ഷെ വീണ്ടും നീ ആരാണ് എന്ന ചോദ്യം. അപ്പോൾ തന്നെ ദുര്യോധനൻ കർണന്റെ കൈ പിടിക്കുന്നു. അവനെ അംഗദേശത്തിന്റെ രാജാവായി പ്രഖ്യാപിക്കുന്നു. ആ ദിവസം മുതൽ കർണനും ദുര്യോധനനും തമ്മിലുള്ള സൗഹൃദം ജീവിതം മുഴുവൻ നീണ്ടുനിൽക്കുന്നു. കർണൻ വളരെ ദാനശീലനായവൻ, ആരൊക്കെ എന്തു ചോദിച്ചാലും നൽകുന്നവൻ. ഒരു ദിവസം ഇന്ദ്രൻ ഭിക്ഷക്കാരനായി വേഷമിട്ടു വരുന്നു. കർണന്റെ കവചവും കുണ്ടലവും ചോദിക്കുന്നു. ഇതുതന്നെയാണ് അവന്റെ ജന്മസഹജമായ സംരക്ഷണം. എങ്കിലും കർണൻ അതും നൽകുന്നു. ഇത് കേട്ടാൽ നമ്മൾ ചോദിക്കും, ഇത്രയും നല്ലവനായ ഒരാൾ എങ്ങനെ കൗരവപക്ഷത്ത്? അത് സൗഹൃദത്തിനായാണ്. ദുര്യോധനന്റെ ഒരേ ഒരു സത്യസന്ധ സുഹൃത്തായതിനാൽ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ അർജുനനോട് ഏറ്റുമുട്ടുന്നു. പക്ഷേ ശാപങ്ങൾ, വിധി എല്ലാം ചേർന്ന് അവന്റെ ഭാഗ്യം മാറ്റുന്നു. രഥചക്രം മണ്ണിൽ കുടുങ്ങുന്നു. അവൻ തന്റെ ആയുധവിദ്യ മറക്കുന്നു. അവസാനം അർജുനന്റെ അമ്പ് കർണന്റെ ജീവനെടുത്തു. മരണത്തിനു മുൻപ് കർണൻ തന്റെ യഥാർത്ഥ മാതാവിനെ അറിയുന്നു. അവൻ പാണ്ഡവന്മാരുടെ സഹോദരനാണെന്ന്. എന്നാൽ അവൻ ഒരിക്കലും തന്റെ വാക്കു മാറ്റിയില്ല. കർണൻ നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? മഹത്വം ജനനത്തിലല്ല, ഹൃദയത്തിലാണ്. സൗഹൃദം, വിശ്വാസം, ദാനം ഇവയുടെ പ്രതീകമാണ് കർണൻ. കഥയുടെ ഉള്ളടക്കം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മുഴുവൻ കഥയിലോട്ട് പോകുന്നതിനു മുൻപ് ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലെ കൂടുതൽ മനോഹരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി. ഈ കഥ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ എഴുതാമോ? നിങ്ങൾ എല്ലാവരും ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചാനൽ കാണുന്നതെന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ആ ലൈറ്റ്സ് ഓഫ് ചെയ്ത്. കഥ തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. ഇവിടെ ഭാരതത്തിന്റെ പുണ്യഭൂമിയിൽ ഒരു രഹസ്യം നിശബ്ദമായി പിറന്നു. ഹസ്തിനാപുരത്തിന്റെ രാജമന്ദിരത്തിൽ യുവരാജകുമാരിയായ കുന്തി ഒരത്ഭുതകരമായ വരത്തിന്റെ ഉടമയായിരുന്നു. ദുർവാസമുനിയിൽ നിന്ന് ലഭിച്ച ആ വരം ഏതു ദേവനെ വിളിച്ചാലും അവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന ശക്തിയായിരുന്നു. ആ വരത്തിന്റെ സത്യാവസ്ഥ അറിയാൻ ഒരു നിർദോഷമായ കൗതുകത്തോടെ ഒരു ദിവസം കുന്തി സൂര്യദേവനെ വിളിച്ചു. അവൾ മന്ത്രം ചൊല്ലിയപ്പോൾ ആകാശം പതുക്കെ മാറിത്തുടങ്ങി. പ്രകാശം കൂടുതൽ ശക്തമായി. ഒരു ദിവ്യപ്രഭ ചുറ്റും നിറഞ്ഞു. അവളുടെ മുന്നിൽ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. പ്രകാശത്തിന്റെ ദൈവം, മഹത്വത്തിന്റെ പ്രതീകം. അവനെ കണ്ട കുന്തി ഭയപ്പെട്ടു. താൻ വെറുതെ പരീക്ഷിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ സൂര്യദേവൻ അവളെ അനുഗ്രഹിച്ചു. ഒരു മഹാവീരൻ അവളുടെ ഗർഭത്തിൽ ജനിക്കുമെന്നറിയിച്ചു. കാലം കടന്നു. ഒരു ശിശു ജനിച്ചു. അത് സാധാരണ ശിശുവായിരുന്നില്ല, ദിവ്യതയുടെ സ്പർശമുള്ള ഒരു ജീവൻ. അവന്റെ ശരീരത്തിൽ ജന്മസഹജമായ കവചവും കാതുകളിൽ കുണ്ടലങ്ങളും. അവൻ ജനിച്ച നിമിഷം മുതൽ തന്നെ ഒരു മഹാവീരന്റെ അടയാളങ്ങൾ അവനിലുണ്ടായിരുന്നു. ആ കുഞ്ഞായിരുന്നു കർണൻ. ഒരമ്മയുടെ കൈകളിൽ ഒരു ദിവ്യശിശു. പക്ഷേ ആ സന്തോഷം വളരെ പെട്ടെന്നുതന്നെ ഭയമായി മാറി. വിവാഹത്തിനു മുമ്പ് ജനിച്ച കുഞ്ഞ് ആ കാലഘട്ടത്തിൽ ഒരു വലിയ അപമാനമായിരുന്നു.
സമൂഹത്തിന്റെ കണ്ണുകൾ, നിന്ദയുടെ ഭയം കുന്തിയുടെ ഹൃദയം തകർത്തു. ഒരമ്മയായി അവൾക്ക് തന്റെ കുഞ്ഞിനെ ചേർത്തു പിടിക്കണം. പക്ഷേ ഒരു രാജകുമാരിയായി അവൾക്ക് സമൂഹത്തെ നേരിടാൻ കഴിയില്ലായിരുന്നു. ആന്തരികമായ പോരാട്ടത്തിൽ അവൾ തകർന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കൈകളിൽ തന്റെ കുഞ്ഞ്. ഒരു വശത്ത് സ്നേഹം, മറ്റൊരു വശത്ത് ഭയം. അവൾ ഒരു തീരുമാനമെടുത്തു. ഹൃദയം പൊട്ടിച്ചൊരു തീരുമാനം. ഒരു ചെറിയ കൊട്ടയിൽ മൃദുവായ വസ്ത്രങ്ങൾ വിരിച്ചു. കുഞ്ഞിനെ സാവധാനമായി അതിൽ കിടത്തി. അവന്റെ മുഖം അവസാനമായി നോക്കി. ആ നിമിഷത്തിൽ ഒരമ്മയുടെ ഹൃദയം തകർന്നു. എന്റെ മകനെ, നിനക്കു നല്ലൊരു ജീവിതം ലഭിക്കട്ടെ. അവളുടെ ശബ്ദം വിറച്ചു. പുലർച്ചെ മങ്ങലിൽ ഒരു നദിയുടെ കരയിൽ അവൾ നിൽക്കുന്നു. നിശബ്ദമായ അന്തരീക്ഷം, മങ്ങിയ വെളിച്ചം, തണുത്ത കാറ്റ്. അവൾ കൊട്ടയെ സാവധാനമായി വെള്ളത്തിൽ വെച്ചു. നദി അതേറ്റെടുത്തു. അവളുടെ കുഞ്ഞിനെ അറിയാത്ത ഒരു യാത്രയിലേക്ക്. കുന്തി നിൽക്കുകയായിരുന്നു. കണ്ണുനീരൊഴുകി കൊട്ട അകലുന്നത് നോക്കി. അത് പതുക്കെ അവളുടെ കാഴ്ചയിൽ നിന്നകന്നു. ആ നിമിഷത്തിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി. പക്ഷെ ലോകം ഒരു മഹാവീരനെ സ്വീകരിക്കാൻ തയ്യാറാകുകയായിരുന്നു. നദിയുടെ ഒഴുക്കിനൊപ്പം ആ കുഞ്ഞു മുന്നോട്ട് നീങ്ങി. അവന്റെ വിധി ഇനി തുടങ്ങുകയായിരുന്നു. നദിയുടെ ശാന്തമായ ഒഴുക്കിലൂടെ ആ ചെറിയ കൊട്ട മുന്നോട്ടു നീങ്ങി. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ വെള്ളത്തിൽ പതിഞ്ഞ് മിനുങ്ങി. പ്രകൃതിയും ആ കുഞ്ഞിന്റെ യാത്രയെ നോക്കി നിശബ്ദമായി നിന്നു. അവൻ കരയുന്നില്ല, ഭയപ്പെടുന്നില്ല. അവന്റെ മുഖത്ത് ഒരജ്ഞാതമായ ശാന്തത. അവൻ ആരാണെന്ന് ലോകമറിയുന്നില്ല. പക്ഷേ വിധി അവനായി ഒരു വഴിയൊരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കൊട്ട ഒരു നദിക്കരയിലേക്ക് പതുക്കെ അടുത്തു. അവിടെ ഒരു സാധാരണ മനുഷ്യൻ തന്റെ ദിവസത്തെ ജോലി ആരംഭിക്കുകയായിരുന്നു. അധിരഥൻ, ഹസ്തിനാപുരത്തിലെ ഒരു ചരിയോട്ടുകാരൻ. സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. കുട്ടികളില്ലാത്ത ഒരു ജീവിതം. അവനും ഭാര്യയായ രാധയും എപ്പോഴും ഒരു കുഞ്ഞിനായി കാത്തിരുന്നു. ആ ദിവസം വിധി അവരിലേക്കെത്തി. നദിയുടെ കരയിൽ ഒരു കൊട്ടയൊഴുകി വരുന്നത് അധിരഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അതിലേക്ക് നടന്നു. അവന്റെ മനസ്സിലൊരു കൗതുകം, ഒരാശ്ചര്യം. അവൻ കൊട്ട തുറന്നു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. അവന്റെ മുന്നിൽ ഒരു കുഞ്ഞ്, ഒരു ദിവ്യപ്രഭയോടെ, മൃദുവായ ചിരിയോടെ. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ അവൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം. കവചം, കുണ്ടലം. അവൻ അതിശയിച്ചു. ഇത് സാധാരണ കുഞ്ഞല്ല. പക്ഷേ ആ നിമിഷത്തിൽ അവന്റെ ഹൃദയം പറഞ്ഞതൊന്നു മാത്രം: ഇവനൊരു കുഞ്ഞാണ്. അവനെ സംരക്ഷിക്കണം. അവൻ കുഞ്ഞിനെ സാവധാനമായി എടുത്തു, മടിയിൽ ചേർത്തു. ആ നിമിഷത്തിൽ അവന്റെ ഉള്ളിലെ ശൂന്യത പൂരിപ്പിക്കപ്പെട്ടു. അവൻ വീട്ടിലേക്ക് ഓടി. രാധ! അവന്റെ ശബ്ദത്തിൽ ആവേശം നിറഞ്ഞു. രാധ പുറത്തേക്ക് വന്നു. അവന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ നിശ്ചലമായി. ഇവനാരാണ്? അവളുടെ ശബ്ദം വിറച്ചു. അധിരഥൻ എല്ലാം പറഞ്ഞു. നദിയിൽ നിന്ന് കണ്ടെത്തിയ കുഞ്ഞ്. രാധ ആ കുഞ്ഞിനെ സാവധാനമായി കൈകളിലെടുത്തു. ആ നിമിഷത്തിൽ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, സന്തോഷത്തിന്റെ കണ്ണുനീർ. വർഷങ്ങളായി കാത്തിരുന്ന സ്നേഹം ഒരു നിമിഷത്തിൽ അവളുടെ കൈകളിലെത്തി. അവൾ കുഞ്ഞിനെ ചേർത്തുപിടിച്ചു. ഇവനിനി നമ്മുടെ മകനാണ്. ആ വാക്കുകളിൽ ഒരമ്മയുടെ മുഴുവൻ സ്നേഹവുമുണ്ടായിരുന്നു. അവൾ അവനെ ചുംബിച്ചു, സ്നേഹത്തോടെ നോക്കി. ആ കുഞ്ഞിന് ഒരു പുതിയ ജീവിതം തുടങ്ങി. ഒരു രാജമന്ദിരത്തിൽ നിന്ന് ഒരു സാധാരണ വീട്ടിലേക്ക്. പക്ഷേ സ്നേഹത്തിൽ കുറവൊന്നുമില്ലാത്ത ഒരു വീട്ടിലേക്ക്. അവനൊരു രാജകുമാരനായി ജനിച്ചു. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൽ വളരാൻ പോകുന്നു. അവർ അവനൊരു പേരു നൽകി, കർണൻ. ആ പേര് കാലം കടന്നുപോയാലും ലോകമൊരിക്കലും മറക്കാത്ത ഒരു പേരായി മാറും. രാധ അവന്റെ അമ്മയായി. അധിരഥൻ അവന്റെ അച്ഛനായി. അവനിനി ഒരു സൂതപുത്രൻ. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു മഹാവീരൻ വളർന്നുകൊണ്ടിരുന്നു. ലോകം അവനെ എങ്ങനെ കാണുമെന്ന് അവനിപ്പോഴും അറിയില്ല. പക്ഷേ ജീവിതം
അവനെളുപ്പമാകില്ല. അപമാനങ്ങൾ, നിഷേധങ്ങൾ, വേദന ഇവയെല്ലാം അവന്റെ വഴി കാത്തിരുന്നു. എന്നാൽ അവയെല്ലാം തരണം ചെയ്ത് അവനൊരു മഹാനായ വീരനായി ഉയരും. ആ ചെറിയ കുഞ്ഞ്, നദിയിലൊഴുകിയെത്തിയ ആ കുഞ്ഞ് ഇനി ഒരു കഥയുടെ തുടക്കമാണ്. ഒരു വേദനയുടെ, ഒരു മഹത്വത്തിന്റെ കർണന്റെ കഥ ഇനി കൂടുതൽ ആഴത്തിലേക്ക് കടക്കുന്നു. കാലം പതുക്കെ മുന്നോട്ട് നീങ്ങി. ആ ചെറിയ കുഞ്ഞ് ഇപ്പോൾ വളർന്ന് ഒരു ബാലനായിരിക്കുന്നു. കർണൻ, അധിരഥന്റെയും രാധയുടെയും സ്നേഹത്തിൽ ഒരു കുറവുമില്ലാതെ വളർന്ന കുട്ടി. രാധയുടെ കണ്ണുകളിൽ അവൻ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടവൻ. പക്ഷേ കർണന്റെ ഉള്ളിൽ മറ്റൊരാളും കാണാത്ത ഒരു തീ പടർന്നുകൊണ്ടിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സൂര്യന്റെ പ്രകാശം അവനെ എന്തോ ആകർഷിച്ചു. ഒരു ബന്ധം, അവൻ മനസ്സിലാക്കാത്ത ഒരു ബന്ധം. പകൽ സമയങ്ങളിൽ മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ കർണൻ ഒറ്റയ്ക്ക് നിന്നു. ഒരു മരച്ചില്ലയെടുത്ത് വില്ലുപോലെ പിടിച്ച് ലക്ഷ്യം നോക്കി നിൽക്കും. അവന്റെ കണ്ണുകളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു മഹാവീരനായ ധനുർധരനാകണം. ആ സ്വപ്നം അവന്റെ ജീവിതത്തിന്റെ ദിശയാകുന്നു. അധിരഥൻ അവന്റെ ആഗ്രഹം മനസ്സിലാക്കി. അവനെ തടയാൻ അവൻ ശ്രമിച്ചില്ല. പക്ഷേ ലോകം അങ്ങനെയല്ലായിരുന്നു. ഒരു ദിവസം കർണൻ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അവൻ തന്റെ കഴിവ് കാണിച്ചു. വില്ലും അമ്പും പോലെ കളിച്ചു. അവന്റെ ലക്ഷ്യം അസാധാരണമായിരുന്നു. മറ്റു കുട്ടികൾ അതിശയിച്ചു. പക്ഷേ ആ അതിശയത്തിൽ നിന്ന് ഒരു ചിരി ഉയർന്നു, ഒരു പരിഹാസം. നീ ആരാണ്? ആ ചോദ്യം അവന്റെ ജീവിതത്തിലെ ആദ്യ മുറിവായി മാറി. സൂതപുത്രൻ. ആ വാക്ക് ഒരു കത്തി പോലെ അവന്റെ മനസ്സിൽ കുത്തി. അവനൊന്നും പറയാതെ നിന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു വേദന ഉയർന്നു. എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല? ആ ദിവസം കർണൻ ആദ്യമായി സമൂഹത്തിന്റെ മതിൽ കണ്ടു. ജനനം ഒരു മനുഷ്യന്റെ കഴിവിനേക്കാൾ വലുതാണെന്ന്. അവൻ വീട്ടിലേക്ക് നടന്നു, നിശബ്ദമായി. രാധ അവനെ കണ്ടപ്പോൾ എന്തോ തെറ്റായെന്ന് മനസ്സിലാക്കി. എന്താണ് മകനെ? അവളുടെ ശബ്ദം സ്നേഹത്തോടെ നിറഞ്ഞു. കർണൻ ഒന്നും പറയാൻ ശ്രമിച്ചില്ല. പക്ഷേ കണ്ണുകളെല്ലാം പറഞ്ഞു. അവൻ ചോദിച്ചു, അമ്മേ, ഞാൻ ആരാണ്? ആ ചോദ്യം ഒരമ്മയുടെ ഹൃദയം തകർത്തു. രാധ ഒരു നിമിഷം നിശ്ചലമായി. പക്ഷേ അവൾ അവനെ ചേർത്തു പിടിച്ചു. നീ എന്റെ മകനാണ്. ആ വാക്ക് സത്യമായിരുന്നു. പക്ഷേ അത് മുഴുവൻ സത്യമായിരുന്നില്ല. കർണൻ ആ ആശ്വാസത്തിൽ ഒരു നിമിഷം ശാന്തനായി. പക്ഷേ അവന്റെ ഉള്ളിലെ ചോദ്യങ്ങൾ ഇനിയും മറഞ്ഞില്ല. ആ രാത്രി അവന് ഉറങ്ങാനായില്ല. അവൻ ആകാശത്തേക്ക് നോക്കി, ചിന്തിച്ചു, ഒരു ദിവസം എല്ലാവരും എന്നെ അംഗീകരിക്കും, എന്റെ കഴിവുകൊണ്ട്. ആ ദിവസം മുതൽ കർണന്റെ സ്വപ്നം ഒരു ലക്ഷ്യമായി മാറി. അവൻ കൂടുതൽ അഭ്യാസം തുടങ്ങി. ഒറ്റയ്ക്ക്, നിശബ്ദമായി. അവന്റെ കയ്യിൽ ഒരു സാധാരണ വില്ല്. പക്ഷേ അവന്റെ മനസ്സിൽ ഒരസാധാരണ ദൃഢനിശ്ചയം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അവൻ പരിശീലിച്ചു. വേദന, ക്ഷീണം ഒന്നും അവനെ നിർത്തിയില്ല. കാരണം അവൻ അറിയുന്നു, ഈ ലോകത്തിൽ തനിക്ക് ആരും വഴിയൊരുക്കില്ല. അവൻ തന്റെ വഴി സ്വയം സൃഷ്ടിക്കണം. അവന്റെ കണ്ണുകളിൽ ഒരു പ്രതിജ്ഞ തെളിഞ്ഞു, ഞാൻ ഒരു മഹാവീരനായിരിക്കും. പക്ഷേ അവൻ അറിഞ്ഞില്ല, ഈ വഴി അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അപമാനങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒരു മഹത്തായ വിധിയിലേക്ക്. കർണന്റെ യാത്ര ഇനി തുടങ്ങുകയാണ്. കാലം മുന്നോട്ടു നീങ്ങി. കർണൻ ഇനിയൊരു ബാലൻ മാത്രമല്ല, യുവാവായി വളർന്നു. അവന്റെ കൈകൾക്ക് ശക്തി വന്നു. കണ്ണുകൾക്ക് ലക്ഷ്യം വ്യക്തമായി. പക്ഷേ അവന്റെ മനസ്സിൽ ഇനിയും ഒരു തീ കത്തിക്കൊണ്ടിരുന്നു. ധനുർവിദ്യയിൽ ഏറ്റവും മികച്ചവനാകണം. ആ സ്വപ്നം അവനെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. ഹസ്തിനാപുരം. അവിടെ ഒരു മഹാഗുരു, ദ്രോണാചാര്യർ, പാണ്ഡവരും കൗരവരും പഠിക്കുന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധകലാഗുരു. അവിടെ എത്തുമ്പോൾ കർണന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതാണ് തന്റെ ജീവിതം മാറ്റുന്ന അവസരമെന്ന് അവൻ വിശ്വസിച്ചു. ദൂരത്തുനിന്ന് അവൻ പരിശീലനം നോക്കി. അർജുനൻ, അവന്റെ വില്ല്, അവന്റെ അമ്പുകൾ,
അവന്റെ കൃത്യത എല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ കർണന്റെ ഉള്ളിൽ ഒരാത്മവിശ്വാസമുയർന്നു. ഞാൻ ഇതിലും മികച്ചവനാകാം. ആ വിശ്വാസത്തോടെ അവൻ ദ്രോണാചാര്യരുടെ മുന്നിലേക്ക് നടന്നു. വിനയത്തോടെ തലകുനിച്ചു. ഗുരുവേ, എന്നെ ധനുർവിദ്യ പഠിപ്പിക്കാമോ? അവന്റെ ശബ്ദത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ദ്രോണാചാര്യർ അവനെ നോക്കി. ഒരു നിമിഷം അവന്റെ കഴിവ് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു ചോദ്യം മാത്രം ചോദിച്ചു: നീ ആരാണ്? ആ ചോദ്യം കർണന്റെ ജീവിതത്തിൽ വീണ്ടും വന്നിരുന്നു. ഒരു നിമിഷം നിശബ്ദം. പിന്നെ അവൻ പറഞ്ഞു: ഞാൻ ഒരു സൂതപുത്രൻ. ആ വാക്ക് പുറത്തുവന്ന നിമിഷം എല്ലാം മാറി. ദ്രോണാചാര്യരുടെ മുഖഭാവം മാറി. അവന്റെ ശബ്ദം കഠിനമായി. ഞാൻ രാജകുമാരന്മാർക്കും ക്ഷത്രിയർക്കും മാത്രമേ പഠിപ്പിക്കൂ. നിനക്കിവിടെ സ്ഥലമില്ല. ആ വാക്കുകൾ കർണന്റെ ഹൃദയത്തിൽ പതിച്ചു. അവൻ നിശ്ചലമായി നിന്നു. ഒരു നിമിഷം അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്റെ സ്വപ്നം അവന്റെ മുന്നിൽ തകർന്നു വീണു. ചുറ്റും നിന്നവർ അവനെ നോക്കി. ചിലരുടെ കണ്ണുകളിൽ പരിഹാസം, ചിലരുടെ മുഖത്ത് അനാസക്തി. ആ നിമിഷത്തിൽ കർണൻ വീണ്ടും തിരിച്ചറിഞ്ഞു: ഈ ലോകത്തിൽ ജനനം കഴിവിനേക്കാൾ വലിയതാണ്. അവൻ പതുക്കെ തിരിഞ്ഞു, നടന്നു. ഓരോ ചുവടിലും അവന്റെ ഉള്ളിലെ വേദന കൂടി. പക്ഷേ ആ വേദനയിൽ നിന്ന് ഒരു പുതിയ ശക്തി ജനിച്ചു. അപമാനം അവനെ തകർത്തില്ല, അതവനെ മാറ്റി. അവൻ നിൽക്കാതെ നടന്നു, പിന്നോട്ട് നോക്കിയില്ല. അവന്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായി: എനിക്കാരും അവസരം തന്നില്ലെങ്കിൽ ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കും. ആ ദിവസം കർണൻ ഒരു കാര്യം ഉറപ്പിച്ചു: ഞാൻ പഠിക്കും, എന്തു വിധേന പഠിക്കും. ലോകം അവനെ അംഗീകരിക്കണം, അവന്റെ കഴിവുകൊണ്ട്. അവനൊരു ഗുരുവിനെ കണ്ടെത്തും, അവനെ നിരസിക്കാത്ത ഒരാളെ. ആ ചിന്ത അവനെ ഒരു പുതിയ വഴിയിലേക്ക് നയിച്ചു. ഒരു അപകടകരമായ വഴി, ഒരു വഞ്ചനയിലേക്ക്. പക്ഷേ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അവൻ ചിന്തിച്ചത് ഒന്നുമാത്രം: ഞാൻ അർജുനനേക്കാൾ മികച്ചവനാകണം. ആ പ്രതിജ്ഞ അവന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റി. അവനിനി ഒരു സാധാരണ യുവാവല്ല, ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരാൾ. അവന്റെ യാത്ര ഇനി കൂടുതൽ ശക്തമായി തുടരുന്നു. ദ്രോണാചാര്യരുടെ നീരസത്തിനു ശേഷം കർണന്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. അവൻ മനസ്സിലാക്കി, ഈ ലോകത്തിൽ അവനായി വാതിലുകൾ തുറക്കില്ല, അവൻ തന്നെ വാതിലുകൾ തകർക്കണം. അവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം: ധനുർവിദ്യയിൽ പരമാവധി ഉയരം കൈവരിക്കുക. ആ ലക്ഷ്യം അവനെ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി: പരശുരാമൻ. ഭൂമിയിലെ ഏറ്റവും ഭയങ്കരമായ യോദ്ധാവും മഹാഗുരുവും. പക്ഷേ ഒരു സത്യമുണ്ടായിരുന്നു: പരശുരാമൻ ക്ഷത്രിയരെ വെറുത്തിരുന്നു. അവൻ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ വിദ്യ പഠിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. കർണൻ അതറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു, ഒരപകടകരമായ തീരുമാനം: വഞ്ചിക്കുക. അവൻ പരശുരാമന്റെ മുന്നിലേക്കെത്തി. വിനയത്തോടെ തലകുനിച്ചു: ഗുരുവേ, ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് ധനുർവിദ്യ പഠിപ്പിക്കാമോ? ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ ഭാരമായി നിന്നു. പക്ഷേ അവന്റെ ലക്ഷ്യം അവനെ അത് പറയാൻ നിർബന്ധിച്ചു. പരശുരാമൻ അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു സത്യസന്ധത കണ്ടു. അവൻ സമ്മതിച്ചു. അങ്ങനെ കർണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം തുടങ്ങി. ദിവസങ്ങൾ കടന്നു. പരിശീലനം തുടങ്ങി. കർണൻ ഒരു സാധാരണ ശിഷ്യനല്ലായിരുന്നു. അവന്റെ ശ്രദ്ധ, അവന്റെ പരിശ്രമം, അവന്റെ ദൃഢനിശ്ചയം എല്ലാം അസാധാരണമായിരുന്നു. പരശുരാമൻ അവന്റെ കഴിവിൽ ആകർഷിതനായി. അവൻ പഠിപ്പിച്ചതെല്ലാം കർണൻ അതിവേഗം കൈവരിച്ചു. അവന്റെ അമ്പുകൾ കാറ്റിനെ കീറി മുന്നോട്ടു നീങ്ങി. അവന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റിയില്ല. കാലം കടന്നുപോയപ്പോൾ കർണൻ ഒരു മഹാവീരനായി വളർന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ. പക്ഷേ വിധി വീണ്ടും തന്റെ കളി തുടങ്ങി. ഒരുച്ചയ്ക്ക് പരിശീലനത്തിനു ശേഷം പരശുരാമൻ ക്ഷീണിതനായി. അവൻ കർണന്റെ മടിയിൽ തലവെച്ച് വിശ്രമിച്ചു. നിശ്ശബ്ദമായ ഒരു നിമിഷം. കാറ്റിന്റെ ശബ്ദം മാത്രം.
കർണൻ നിശ്ചലമായിരുന്നു, ഗുരുവിനെ ഉണർത്താതിരിക്കാൻ. അപ്പോൾ ഒരു ചെറിയ കീടം അവന്റെ കാലിൽ കടിച്ചു. ആ കടി സാധാരണയല്ലായിരുന്നു. അത് ആഴത്തിൽ കുത്തി. രക്തമൊഴുകാൻ തുടങ്ങി. വേദന അസഹനീയമായി. പക്ഷേ കർണൻ ചലിച്ചില്ല. അവന്റെ മുഖത്ത് വേദന പ്രകടമാകുന്നില്ല. അവൻ സഹിച്ചു, ഗുരുവിന്റെ വിശ്രമം തകർക്കാതിരിക്കാൻ. രക്തം അവന്റെ കാലിലൂടെ ഒഴുകി. പരശുരാമന്റെ ശരീരത്തിലും പതിച്ചു. ആ തണുത്ത സ്പർശം അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ കർണന്റെ കാലിലേക്ക് വീണു. രക്തം. അവൻ അതിശയിച്ചു. ഇത്ര വേദന, ഇങ്ങനെ സഹിക്കാനാവുന്നത്? അവന്റെ മുഖം കടുപ്പമായി. ഇതൊരു ബ്രാഹ്മണനാൽ സാധ്യമല്ല. അവൻ കർണനെ നോക്കി. സത്യം പറയൂ, നീ ആരാണ്? ആ ചോദ്യം ഇനി മറക്കാനാവില്ല. കർണൻ നിശ്ശബ്ദമായി നിന്നു. അവൻ മനസ്സിലാക്കി, സത്യം മറയ്ക്കാൻ ഇനി കഴിയില്ല. അവൻ തലകുനിച്ചു. ഞാൻ ഒരു സൂതപുത്രൻ. ആ വാക്കുകൾ വായുവിൽ ഭാരമായി നിന്നു. ഒരു നിമിഷം പൂർണ്ണമായ നിശ്ശബ്ദം. പിന്നെ പരശുരാമന്റെ മുഖം കോപത്തോടെ നിറഞ്ഞു. നീ എന്നെ വഞ്ചിച്ചു. അവന്റെ ശബ്ദം മിന്നൽ പോലെ മുഴങ്ങി. കർണൻ ഒന്നും പറയാനായില്ല. അവന്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞു. അവൻ വഞ്ചിച്ചു. പക്ഷേ അതിന്റെ കാരണം അവന്റെ സ്വപ്നം. പരശുരാമൻ കോപത്തിൽ വിറച്ചു. നിനക്കീ വിദ്യയ്ക്ക് അർഹതയില്ല. അതുകൊണ്ട് അവന്റെ വാക്കുകൾ കർണന്റെ വിധിയെ മാറ്റി. നീ പഠിച്ച എല്ലാ വിദ്യയും നിനക്കേറ്റവും ആവശ്യമുള്ള സമയത്ത് നിനക്കോർക്കാൻ കഴിയില്ല. ഒരു ശാപം, ഒരു മഹാവീരന്റെ ജീവിതത്തെ പിന്തുടരുന്ന ശാപം. കർണൻ തലകുനിച്ചു. അവൻ പ്രതികരിച്ചില്ല. കാരണം അവൻ മനസ്സിലാക്കി, ഇത് തന്റെ തെറ്റിന്റെ ഫലമാണ്. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ദുഃഖമുയർന്നു. അവൻ നേടിയതെല്ലാം ഒരു നിമിഷത്തിൽ ഭീഷണിയിലായി. എങ്കിലും അവൻ തകർന്നില്ല. അവന്റെ കണ്ണുകളിൽ ഇനിയും അതേ തീയുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും ഞാൻ പിന്നോട്ടില്ല. പരശുരാമൻ അവനെ വിട്ടു. കർണൻ ഒറ്റയ്ക്ക് നിന്നു. ഒരു മഹാവീരൻ, ഒരു ശാപത്തോടൊപ്പം. അവന്റെ യാത്ര ഇനി കൂടുതൽ സങ്കീർണമാകുന്നു. പക്ഷേ അവന്റെ വിധി ഇനി അവനെ ഒരു പുതിയ മനുഷ്യനിലേക്ക് നയിക്കും. ഒരു സുഹൃത്ത്, ഒരു രാജാവ്, അവന്റെ ജീവിതം തന്നെ മാറ്റുന്ന ഒരാൾ. കാലം മുന്നോട്ടു നീങ്ങി. കർണൻ ഇപ്പോൾ ഒരു പൂർണ്ണ യോദ്ധാവായി മാറിയിരുന്നു. അവന്റെ കൈകളിൽ ശക്തി, കണ്ണുകളിൽ ദൃഢനിശ്ചയം. പക്ഷേ അവന്റെ ഉള്ളിൽ ഇനിയും ഒരാഗ്രഹം മാത്രം. ലോകം തന്റെ കഴിവ് അംഗീകരിക്കണം. ആ അവസരം ഒരു ദിവസം അവന്റെ മുന്നിലെത്തി. ഹസ്തിനാപുരത്തിൽ ഒരു വലിയ അങ്കണം. രാജാവും രാജകുമാരന്മാരും ജനങ്ങളും എല്ലാവരും ഒരുമിച്ചു കൂടിയിരുന്നു. ഒരു പ്രത്യേക ദിനം. ദ്രോണാചാര്യരുടെ ശിഷ്യന്മാർ തങ്ങളുടെ കഴിവ് ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന ദിവസം. ആ വേദിയിൽ അർജുനൻ നിന്നു. അവന്റെ വില്ല് കയ്യിൽ, അവന്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ. ഒരമ്പ് വില്ലിൽ ചേർത്തു. അവൻ വിടുമ്പോൾ അമ്പ് കാറ്റിനെ കീറി ലക്ഷ്യം കൃത്യമായി തുളച്ചു. ജനക്കൂട്ടം ആവേശത്തോടെ മുഴങ്ങി. അർജുനൻ ആ ദിവസം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ലോകത്തിലെ ഏറ്റവും മികച്ച ധനുർധരൻ. ആ പദവി അവന് ലഭിച്ചു. അവിടെ നിന്നുകൊണ്ടിരുന്ന കർണൻ അവയെല്ലാം കണ്ടു. അവന്റെ ഹൃദയം ശാന്തമായി നിന്നില്ല. അവൻ മുന്നോട്ടു നടന്നു, വേദിയിലേക്ക്. എല്ലാവരും അവനെ നോക്കി. ഒരു പരിചയമില്ലാത്ത യുവാവ്. പക്ഷേ അവന്റെ മുഖത്ത് ഒരാത്മവിശ്വാസം. അവൻ അർജുനനെ നോക്കി ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യാം. ഒരു നിമിഷം അവിടെ നിശബ്ദം. പിന്നെ ചിലരുടെ മുഖത്ത് പരിഹാസം. പക്ഷെ കർണൻ അവയെല്ലാം അവഗണിച്ചു. അവൻ വില്ലെടുത്തു, അമ്പ് ചേർത്തു. അവന്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ. അവൻ വിടുമ്പോൾ അമ്പ് അർജുനന്റെ അമ്പിനെ പോലെ അതേ കൃത്യതയിൽ ലക്ഷ്യം തുളച്ചു. ജനക്കൂട്ടം ഞെട്ടി. ഒരന്യനായ യുവാവ്, അർജുനനെപ്പോലെ, അതുപോലും ഒരുപോലെ. അർജുനന്റെ മുഖത്ത് ആശ്ചര്യം, പിന്നെ ഒരു വെല്ലുവിളി. കർണൻ പറഞ്ഞു, അർജുന, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരാടൂ. ആ വാക്കുകൾ വേദിയുടെ അന്തരീക്ഷം മാറ്റി. പക്ഷേ വീണ്ടും
ആ പഴയ ചോദ്യം. കൃപാചാര്യർ മുന്നോട്ടു വന്നു. ഒരു രാജകുമാരനോട് പോരാടാൻ നിന്റെ വംശം പറയണം. ആ വാക്കുകൾ കർണന്റെ ഹൃദയത്തിൽ വീണ്ടും മുറിവായി മാറി. അവൻ നിശബ്ദമായി നിന്നു. അവന്റെ കണ്ണുകളിൽ വേദന. അവൻ അറിയുന്നു, ഇത് വീണ്ടും അവനെ തള്ളിപ്പറയാൻ പോകുന്നു. സൂതപുത്രൻ. ആ വാക്ക് വീണ്ടും ഉയരാൻ പോകുന്ന നിമിഷം ഒരു ശബ്ദം, ശക്തമായ ആത്മവിശ്വാസമുള്ള ശബ്ദം. അതിനാവശ്യമില്ല. എല്ലാവരും തിരിഞ്ഞുനോക്കി. ദുര്യോധനൻ, കൗരവരുടെ രാജകുമാരൻ. അവൻ മുന്നോട്ടു നടന്നു, കർണന്റെ അടുത്തേക്ക്. അവന്റെ കണ്ണുകളിൽ ഒരു തീരുമാനം. കഴിവിന് വംശം വേണ്ട, വീരതയ്ക്ക് ജനനം തടസ്സമല്ല. ആ വാക്കുകൾ കർണന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശമായി മാറി. ആദ്യമായി ആരെങ്കിലും അവനെ അംഗീകരിച്ചു. ദുര്യോധനൻ അവന്റെ കൈപിടിച്ചു, ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ചു, ഇനി ഇവൻ അംഗദേശത്തിന്റെ രാജാവാണ്. ഒരു നിമിഷം എല്ലാവരും നിശബ്ദം. പിന്നെ ആശ്ചര്യത്തിന്റെ ശബ്ദങ്ങൾ. ഒരു സൂതപുത്രൻ, ഒരു രാജാവ്. കർണന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, ആദ്യമായി ലഭിച്ച അംഗീകാരത്തിന്റെ. ആ നിമിഷത്തിൽ കർണനൊരു തീരുമാനമെടുത്തു. ഈ മനുഷ്യനായി ഞാൻ എന്റെ ജീവൻ പോലും നൽകും. ദുര്യോധനൻ അവനൊരു സ്ഥാനം നൽകി, ഒരു തിരിച്ചറിവ് നൽകി, ഒരു ജീവിതം നൽകി. ആ ദിവസം മുതൽ കർണനും ദുര്യോധനനും വേർപിരിയാനാവാത്ത സുഹൃത്തുക്കളായി മാറി. സൗഹൃദം, വിശ്വാസം, ബന്ധം. അതൊരു സാധാരണ ബന്ധമല്ല, ജീവിതം മുഴുവൻ നീളുന്ന ഒരു ബന്ധം. പക്ഷേ ഈ സൗഹൃദം ഭാവിയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നവൻ അറിഞ്ഞിരുന്നില്ല. അംഗദേശത്തിന്റെ രാജാവായി ഉയർന്ന ശേഷം കർണന്റെ ജീവിതം ഒരു പുതിയ ഉയരത്തിലേക്കെത്തി. അവനിനിയൊരു സൂതപുത്രൻ മാത്രമല്ല, ഒരു രാജാവ്, ഒരു മഹാവീരൻ. പക്ഷേ അവന്റെ ഹൃദയം മാറിയില്ല. അവൻ ഇന്നും അതേ കർണൻ തന്നെ. സ്നേഹമുള്ളവൻ, കരുണയുള്ളവൻ, ദാനശീലനായവൻ. അവന്റെ അരമനയിൽ ഒരു കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. കർണന്റെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഒരിക്കലും ഇല്ല എന്നു പറയില്ല. പണം, സ്വർണം, ഭൂമി, എന്തു ചോദിച്ചാലും അവൻ നൽകും. അതിനാൽ ലോകം അവനെ ഒരു പേരിൽ വിളിച്ചു, ദാനവീരൻ കർണൻ. അവന്റെ ദാനം, അവന്റെ മഹത്വം. പക്ഷെ അതുതന്നെ അവന്റെ വിധിയെ മാറ്റാൻ പോകുന്നു. കുരുക്ഷേത്ര യുദ്ധം അടുത്തുവരുന്നു. ദേവന്മാർക്കുമറിയാം, ഈ യുദ്ധത്തിൽ കർണൻ ഒരു വലിയ ശക്തിയാണ്, പ്രത്യേകിച്ച് അർജുനനെതിരായി. കർണന്റെ ശരീരത്തിൽ ജന്മസഹജമായ ഒരു സംരക്ഷണമുണ്ടായിരുന്നു. കവചം, കുണ്ടലം, ആർക്കും തകർക്കാനാകാത്ത ദിവ്യമായൊരു സംരക്ഷണം. അതുള്ളിടത്തോളം കർണനെ ആരും തോൽപ്പിക്കാനാകില്ല. ഇതറിഞ്ഞ ഒരാൾ ഒരു തീരുമാനമെടുത്തു. ഇന്ദ്രൻ, അർജുനന്റെ അച്ഛൻ. അവൻ മനസ്സിലാക്കി, കർണനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ഒരു വഴിയെടുത്തു, ഒരു ചതിയുള്ള വഴി. ഒരു ദിവസം ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ഇന്ദ്രൻ കർണന്റെ മുന്നിലെത്തി. കർണൻ അവനെ ആദരവോടെ സ്വീകരിച്ചു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവന്റെ ശബ്ദം എപ്പോഴും പോലെ സ്നേഹത്തോടെ. ഭിക്ഷക്കാരൻ അവനെ നോക്കി. എനിക്കൊരു ദാനം വേണം. കർണൻ ചിരിച്ചു. എന്തു വേണമെങ്കിലും ചോദിക്കൂ. ആ നിമിഷം ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് നിന്റെ കവചവും കുണ്ടലവും വേണം. ഒരു നിമിഷം അവിടെ നിശബ്ദം. ഈ ലോകത്താരും ചോദിക്കാത്ത ഒരു കാര്യം, അവന്റെ ജീവന്റെ സംരക്ഷണം, അവന്റെ ശക്തിയുടെ അടിസ്ഥാനം. കർണൻ അത് മനസ്സിലാക്കി. ഇത് സാധാരണ ഭിക്ഷക്കാരനല്ല, ഇതൊരു ദേവൻ. അവൻ തിരിച്ചറിഞ്ഞു, ഇത് ഇന്ദ്രനാണ്. പക്ഷേ അവന്റെ മുഖത്ത് മാറ്റമില്ല. അവൻ ശാന്തമായി നിന്നു. ഒരു നിമിഷം അവന്റെ ഉള്ളിലൊരു ചിന്ത, ഇത് ഞാൻ കൊടുത്താൽ എന്റെ ജീവൻ അപകടത്തിലാകും. ഇത് ഞാൻ കൊടുക്കാതെയിരുന്നാൽ എന്റെ വാക്ക് തകരും. ഒരു വശത്ത് ജീവൻ, മറ്റൊരു വശത്ത് മഹത്വം. ആ നിമിഷത്തിൽ കർണൻ തന്റെ ജീവിതം മുഴുവൻ പിന്തുടർന്ന ഒരു കാര്യം തിരഞ്ഞെടുത്തു, ദാനം. അവൻ ചിരിച്ചു. ശരി. ഒരു മടിയുമില്ലാതെ അവൻ തന്റെ കവചം സ്വയം പൊട്ടിച്ചെടുത്തു. കുണ്ടലവും. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. വേദന
അസഹനീയമായിരുന്നു. പക്ഷെ അവൻ ഒരു ശബ്ദവുമുണ്ടാക്കിയില്ല. അവനത് ഭിക്ഷക്കാരന് നൽകി. ആ നിമിഷം ലോകമൊരിക്കലും മറക്കാത്ത ഒരു ദാനം നടന്നു. ഇന്ദ്രൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ ആശ്ചര്യം. "നീയൊരു മഹാനാണ്," അവൻ പറഞ്ഞു. കർണന്റെ ദാനശീലം അവനെപ്പോലും അതിശയിപ്പിച്ചു. ഇന്ദ്രൻ അവനെ അനുഗ്രഹിച്ചു. ഒരു ശക്തമായ ആയുധം നൽകി. വാസവീ ശക്തി. ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന അദ്ഭുതകരമായ ഒരായുധം. കർണൻ അത് സ്വീകരിച്ചു. പക്ഷെ അവൻ അറിയുന്നു, അവൻ തന്റെ ഏറ്റവും വലിയ സംരക്ഷണം നഷ്ടപ്പെടുത്തി. ഇനി അവനൊരു സാധാരണ മനുഷ്യന്റെ പോലെ. പക്ഷെ അവന്റെ മനസ്സിൽ ഒരുപാട് ശാന്തത. കാരണം അവൻ തന്റെ വാക്ക് പാലിച്ചു. അവന്റെ മഹത്വം അവന്റെ ജീവനേക്കാൾ വലുതായിരുന്നു. ആ ദിവസം കർണൻ ലോകത്തിന് തെളിയിച്ചു, ഒരു യഥാർത്ഥ മഹാവീരൻ അവന്റെ ശക്തിയിലല്ല, അവന്റെ ഹൃദയത്തിലാണ്. പക്ഷേ ഈ ദാനം ഭാവിയിൽ അവന്റെ ജീവൻ തന്നെ ചോദിക്കും. കുരുക്ഷേത്ര യുദ്ധം ഇനി അടുത്തിരിക്കുന്നു. കർണന്റെ വിധി അതിനൊപ്പം ചേർന്നു പോകുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ നിഴൽ ഭൂമിയിലുടനീളം വീണു. ഒരു മഹായുദ്ധം സമീപിച്ചുകൊണ്ടിരുന്നു. രാജ്യങ്ങൾ, സൈന്യങ്ങൾ, വീരന്മാർ എല്ലാവരും ഒരുങ്ങി. പക്ഷേ ഒരമ്മയുടെ ഹൃദയം ശാന്തമല്ലായിരുന്നു. കുന്തി, അവൾക്കൊരു രഹസ്യമുണ്ടായിരുന്നു. വർഷങ്ങളായി അവളുടെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന ഒരു സത്യം. കർണൻ, അവളുടെ മകൻ. ആ സത്യം ഇനി അവൾക്കു മറയ്ക്കാൻ കഴിഞ്ഞില്ല. യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് അവളൊരു തീരുമാനമെടുത്തു. അവൾക്ക് കർണനെ കാണണം. ഒരു പുലർച്ചെ സൂര്യോദയത്തിന്റെ മങ്ങലിൽ കർണൻ നദിക്കരയിൽ നിന്നു. സൂര്യനെ അഭിമുഖമായി നിശബ്ദമായി പ്രാർത്ഥിച്ചു. അവന്റെ ജീവിതത്തിൽ എപ്പോഴും അവനെ ആകർഷിച്ച ആ പ്രകാശം. അവന്റെ പിതാവ്. അവന്റെ പിന്നിൽ ഒരു നിഴൽ പതുക്കെ അടുത്തു. കുന്തി. അവൾ അവനെ നോക്കി നിന്നു. കണ്ണുകളിൽ കണ്ണുനീർ. വർഷങ്ങളായി കാണാതെ പോയ മകൻ അവളുടെ മുന്നിൽ. കർണൻ തിരിഞ്ഞു. അവൻ അവളെ കണ്ടു. ഒരു നിമിഷം അവൻ ആശ്ചര്യപ്പെട്ടു. "മാതാവേ." അവൻ ആദരവോടെ തലകുനിച്ചു. കുന്തി ഒരു നിമിഷം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശബ്ദം വിറച്ചു. "കർണ." ആ പേര് അവളുടെ അധരങ്ങളിൽ നിന്ന് ആദ്യമായി. കർണൻ ശ്രദ്ധിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരു വ്യത്യസ്തത, ഒരു ബന്ധം. അവൻ ചോദിച്ചു, "എന്താണ് കാര്യം?" കുന്തി പതുക്കെ മുന്നോട്ടു നടന്നു. അവളുടെ കണ്ണുകളിൽ വേദന. "എനിക്കൊരു സത്യം പറയാനുണ്ട്." ആ വാക്കുകൾ അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു നിമിഷം നിശ്ശബ്ദം. പിന്നെ അവൾ പറഞ്ഞു, "നീ എന്റെ മകനാണ്." ആ വാക്കുകൾ വായുവിൽ നിശ്ചലമായി. കർണന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി. അവൻ നിശ്ചലമായി നിന്നു. അവന്റെ കണ്ണുകളിൽ അവിശ്വാസം. "എന്ത്?" അവന്റെ ശബ്ദം താഴ്ന്നു. കുന്തി എല്ലാം പറഞ്ഞു. അവന്റെ ജനനം, സൂര്യദേവൻ, നദിയിലൊഴുക്കിയത്. ഓരോ വാക്കും കർണന്റെ ഹൃദയത്തിൽ പതിച്ചു. അവന്റെ ജീവിതം മുഴുവൻ അവൻ അന്വേഷിച്ചൊരു സത്യം. ഇപ്പോൾ അവന്റെ മുന്നിൽ. അവൻ ഒരു സൂതപുത്രനല്ല, ഒരു രാജകുമാരൻ, പാണ്ഡവന്മാരുടെ മൂത്ത സഹോദരൻ. ഒരു നിമിഷം അവന്റെ മനസ്സിലൊരു കൊടുങ്കാറ്റ്. അവന്റെ ജീവിതം ഒറ്റ നിമിഷത്തിൽ മാറി. അവൻ ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴാ സത്യമോ? അവൻ ചോദിച്ചു. കുന്തിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. "ഞാൻ തെറ്റു ചെയ്തു. പക്ഷേ ഇപ്പോൾ നീ പാണ്ഡവന്മാരോടൊപ്പം ചേരൂ. നീ രാജാവാകാം." ആ വാക്കുകൾ കർണന്റെ ഹൃദയത്തിൽ തട്ടി. ഒരു വശത്ത് അവന്റെ യഥാർത്ഥ കുടുംബം, മറ്റൊരു വശത്ത് അവനെ ഉയർത്തിയ സൗഹൃദം, ദുര്യോധനൻ. അവൻ ശാന്തമായി നിന്നു. പിന്നെ അവൻ പറഞ്ഞു, "മാതാവേ." ആ വാക്ക് കുന്തിയുടെ ഹൃദയം സ്പർശിച്ചു. "നിങ്ങൾ ഇപ്പോഴെന്നെ ഓർക്കുന്നു. പക്ഷേ എനിക്കൊരു ജീവിതം നൽകിയ ഒരാളുണ്ട്, ദുര്യോധനൻ." അവന്റെ ശബ്ദം ഉറച്ചിരുന്നു. "അവൻ എന്നെ രാജാവാക്കി. അവൻ എന്നെ അംഗീകരിച്ചു." ആ വാക്കുകൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു. കുന്തി കരഞ്ഞു. പക്ഷേ അവൾ മനസ്സിലാക്കി, കർണനെ മാറ്റാൻ കഴിയില്ല. കർണൻ തന്റെ വാക്കുപാലിക്കുന്നവൻ. അവൻ തുടർന്നു, "പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്കുതരാം. നിങ്ങളുടെ 5 മക്കളിൽ
4 പേർ ജീവിക്കും. അർജുനനോ ഞാനോ ഒരാൾ മാത്രം. ആ വാക്കുകൾ ഒരു പ്രവചനം പോലെ, ഒരു വേദനാജനകമായ സത്യം. കുന്തി അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ഗർവവും ദുഃഖവും. അവൾ അടുത്തേക്ക് വന്നു. കർണന്റെ മുഖം സ്പർശിച്ചു. ഒരമ്മയുടെ സ്പർശം. വർഷങ്ങൾക്കുശേഷം അവൾ തിരിഞ്ഞു, നടന്നു. കർണൻ നിശ്ശബ്ദമായി നിന്നു. ആകാശത്തേക്ക് നോക്കി. സൂര്യന്റെ പ്രകാശം അവന്റെ മേൽ പതിച്ചു. ഇപ്പോൾ അവൻ തൻ്റെ സത്യമറിഞ്ഞു. പക്ഷേ അവൻ തൻ്റെ വഴി മാറ്റിയില്ല. കർണൻ ജനനത്തിൽ രാജകുമാരൻ, ജീവിതത്തിൽ സൂതപുത്രൻ, ഹൃദയത്തിൽ മഹാവീരൻ. അവൻ്റെ വിധി ഇനി അവസാനത്തിലേക്ക് നീങ്ങുന്നു. കുരുക്ഷേത്രം, ഭൂമിയിലെ ഏറ്റവും വലിയ യുദ്ധഭൂമി. ധർമ്മവും അധർമ്മവും ഒന്നിനെതിരെ ഒന്നായി നിന്നു. ശംഖനാദം മുഴങ്ങി. രഥങ്ങൾ മുന്നോട്ടു നീങ്ങി. അമ്പുകൾ ആകാശം നിറച്ചു. ഒരു വശത്ത് പാണ്ഡവർ, മറ്റൊരു വശത്ത് കൗരവർ. ഈ യുദ്ധം ഒരാളുടെ വിജയം മാത്രമല്ല, വിധിയുടെ തീരുമാനമായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ കർണൻ യുദ്ധത്തിലില്ലായിരുന്നു. ഭീഷ്മൻ സേനാനായകനായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നതുവരെ കർണന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. കർണൻ കാത്തിരുന്നു. അവന്റെ സമയം ഇനിയും വരാനുണ്ട്. ദിവസങ്ങൾ കടന്നു. യുദ്ധം കൂടുതൽ രൂക്ഷമായി. വീരന്മാർ വീണു. ഭൂമി രക്തം കൊണ്ട് നിറഞ്ഞു. അവസാനം ഭീഷ്മൻ വീണു. ആ ദിവസം കർണന്റെ സമയമെത്തി. അവൻ യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. അവന്റെ വരവ് ഒരു കൊടുങ്കാറ്റുപോലെ. അവന്റെ അമ്പുകൾ മിന്നലായി വീണു. പാണ്ഡവസൈന്യം അവന്റെ മുന്നിൽ വിറച്ചു. അവനൊരു മഹാവീരനായി പൊരുതി. അവന്റെ ലക്ഷ്യം ഒന്നുമാത്രം, അർജുനൻ. ദിവസങ്ങൾ കടന്നു. അവസാനം ആ നിമിഷമെത്തി. കർണനും അർജുനനും, 2 മഹാവീരന്മാർ, 2 വിധികൾ, ഒരു യുദ്ധം. അവരുടെ രഥങ്ങൾ മുന്നിൽ മുന്നിൽ നിൽക്കുന്നു. അവരുടെ കണ്ണുകൾ ഒന്നിനെ ഒന്നു നോക്കി. ആകാശം പോലും ആ നിമിഷം നോക്കി നിശ്ശബ്ദമായി. അമ്പുകൾ വിടപ്പെട്ടു. ഒന്നു പിന്നെ ഒന്ന്. കാറ്റു ചീറുന്ന ശബ്ദം. ലോഹത്തിന്റെ ഏറ്റുമുട്ടൽ. ഇത് സാധാരണ പോരാട്ടമല്ല. ഇത് 2 ജീവിതങ്ങളുടെ ഏറ്റുമുട്ടൽ. കർണൻ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. അർജുനൻ കൃഷ്ണന്റെ മാർഗനിർദ്ദേശത്തോടെ. പോരാട്ടം സമമായി നീങ്ങി. ഒരു നിമിഷം പോലും ആർക്കും മേൽക്കൈയില്ല. പക്ഷേ വിധി അത് കർണനെ വിട്ടില്ല. പെട്ടെന്ന് അവന്റെ രഥചക്രം മണ്ണിൽ കുടുങ്ങി. അവൻ ശ്രമിച്ചു ചക്രം പുറത്തെടുക്കാൻ. പക്ഷേ അത് നീങ്ങിയില്ല. ആ നിമിഷം പരശുരാമന്റെ ശാപം സജീവമായി. അവൻ തന്റെ ദിവ്യായുധങ്ങൾ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ മനസ്സിൽ ശൂന്യം. വിദ്യ അവനെ വിട്ടുപോയി. മറ്റൊരു ശാപം അവന്റെ മേൽ വീണു. ഒരു കാലത്ത് അവൻ അനവധിയായി ഒരു ബ്രാഹ്മണന്റെ പശുവിനെ കൊന്നിരുന്നു. ആ ബ്രാഹ്മണൻ ശപിച്ചിരുന്നു, നിന്റെ രഥചക്രം നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ വഞ്ചിക്കും. ആ ശാപം ഇപ്പോൾ സത്യമായി. കർണൻ നിശ്ശബ്ദമായി നിൽക്കുന്നു. അവൻ അർജുനനെ നോക്കി. ഒരു നിമിഷം അവൻ പറഞ്ഞു, ധർമ്മത്തിനനുസരിച്ച് ഒരു യോദ്ധാവിന് അവസരം കൊടുക്കണം. അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ ആ നിമിഷത്തിൽ കൃഷ്ണൻ അർജുനനെ നോക്കി. ഇത് ധർമ്മത്തിന്റെ യുദ്ധമല്ല, ഇത് ജീവിതത്തിന്റെ യുദ്ധമാണ്. അവന്റെ വാക്കുകൾ കടുപ്പമായി. അർജുനൻ ഒരു നിമിഷം മടിച്ചു. പിന്നെ അവൻ അമ്പ് ഉയർത്തി. കർണൻ നിശ്ചലമായി നിന്നു. അവന്റെ മുഖത്ത് ഭയമില്ല, പശ്ചാത്താപമില്ല, ഒരു ശാന്തത മാത്രം. ഒരു ജീവിതം മുഴുവൻ പോരാടിയ മനുഷ്യന്റെ അവസാന ശാന്തത. അമ്പുവിട്ടു. കാറ്റിനെ കീറി കർണന്റെ നേരെ. ഒരു നിമിഷം എല്ലാം നിശ്ശബ്ദം. അമ്പ് അവന്റെ ശരീരത്തിൽ പതിച്ചു. കർണൻ പതുക്കെ വീണു, ഭൂമിയിലേക്ക്. അവന്റെ കണ്ണുകൾ ആകാശത്തേക്ക്, സൂര്യനെ നോക്കി. അവന്റെ പിതാവ്. ഒരു ചെറിയ ചിരി അവന്റെ അധരങ്ങളിൽ. അവന്റെ യാത്ര അവിടെ അവസാനിച്ചു. ഒരു മഹാവീരൻ വീണു. പക്ഷേ അവന്റെ മഹത്വം ഒരിക്കലും വീഴില്ല.
കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആ ദിവസം ഒരു മനുഷ്യൻ മരിച്ചു. പക്ഷേ ഒരു കഥ അമരമായി. കുരുക്ഷേത്ര യുദ്ധഭൂമി, പൊടിയും രക്തവും നിശ്ശബ്ദതയും. ആ മഹായുദ്ധത്തിന്റെ നടുവിൽ ഒരു ശരീരം നിശ്ചലമായി കിടക്കുന്നു. കർണൻ, ഒരു മഹാവീരൻ, ഒരു ദാനവീരൻ, ഒരു വേദന നിറഞ്ഞ ജീവിതം നയിച്ച മനുഷ്യൻ. അവന്റെ അവസാന ശ്വാസം കഴിഞ്ഞിട്ടും അവന്റെ കഥ അവസാനിച്ചില്ല. സൂര്യൻ പതുക്കെ അസ്തമിച്ചു. ആകാശം ചുവപ്പായി മാറി. പ്രകൃതി പോലും ആ നഷ്ടം അനുഭവിക്കുന്ന പോലെ. അവിടെ ഒരു രഹസ്യം ഇനിയും മറഞ്ഞുകിടക്കുന്നു. കർണന്റെ യഥാർത്ഥ സത്യം. അതറിയുന്നയൊരാൾ ഇപ്പോൾ തകർന്നു നിൽക്കുന്നു. കുന്തി. അവൾ യുദ്ധഭൂമിയിലേക്ക് ഓടി. അവളുടെ കണ്ണുകൾ കർണനെ തേടി. അവൾ അവന്റെ അടുത്തേക്കെത്തി. നിശ്ചലമായി കിടക്കുന്ന തന്റെ മകനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നു. മകനെ! അവളുടെ ശബ്ദം വിറച്ചു. വർഷങ്ങളായി മറച്ചുവച്ച സത്യം ഇപ്പോൾ അവളെ ശിക്ഷിക്കുന്നു. അവൾ അവന്റെ തല മടിയിലെടുത്തു. കണ്ണുനീർ അവന്റെ മുഖത്ത് വീണു. ഒരമ്മയുടെ കരച്ചിൽ, വേദനയുടെ പരമാവധി. അവൾക്കറിയാം, ഇവനൊരു സാധാരണ യോദ്ധാവല്ല, പാണ്ഡവന്മാരുടെ മൂത്ത സഹോദരൻ. ആ സത്യം ഇനി ലോകമറിയണം. പാണ്ഡവർ അവിടെയെത്തി. അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ. അവർ കർണനെ നോക്കി. ഒരു മഹാവീരന്റെ വീഴ്ച. പക്ഷേ അവർക്കറിയില്ല അവനാരാണെന്ന്. കുന്തി കണ്ണുനീർ തുടച്ചു. അവൾ പതുക്കെ പറഞ്ഞു, ഇവൻ നിങ്ങളുടെ സഹോദരൻ. ആ വാക്കുകൾ ആകാശം പോലെ ഭാരമായി. പാണ്ഡവർ നിശ്ചലമായി നിന്നു. അർജുനന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി. എന്ത്? അവന്റെ ശബ്ദം വിറച്ചു. കുന്തി എല്ലാം പറഞ്ഞു. അവന്റെ ജനനം, നദിയിലൊഴുക്കിയത്, വർഷങ്ങളായുള്ള രഹസ്യം. ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ പതിച്ചു. അവർ തിരിച്ചറിഞ്ഞു, അവർ കൊന്നത് ഒരു ശത്രുവിനെയല്ല, തങ്ങളുടെ സ്വന്തം സഹോദരനെ. അർജുനൻ നിശ്ചലമായി നിന്നു. അവന്റെ കൈകൾ വിറച്ചു. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപം. യുധിഷ്ഠിരൻ തലകുനിച്ചു. നമ്മൾ എന്താണ് ചെയ്തത്? അവന്റെ ശബ്ദം വേദനയോടെ. ആ ദിവസം വിജയം പോലും അവർക്കൊരു തോൽവിയായി തോന്നി. കർണൻ ജീവിതം മുഴുവൻ അവൻ അന്വേഷിച്ചത് ഒരു തിരിച്ചറിവ്. പക്ഷേ അതവന് ലഭിച്ചത് അവന്റെ മരണത്തിനു ശേഷം. അവനൊരു രാജകുമാരനായി ജനിച്ചു. പക്ഷേ ഒരു സൂതപുത്രനായി ജീവിച്ചു. അവനൊരിക്കലും തന്റെ വാക്കുമാറ്റിയില്ല, സൗഹൃദം വഞ്ചിച്ചില്ല. അവൻ തന്റെ ജീവിതം മുഴുവൻ മഹത്വം തിരഞ്ഞെടുത്തു. ജീവിതം അവനെ എത്ര തവണ തകർത്താലും അവൻ വീണ്ടുമുയർന്നു. കർണൻ ഒരു പേരു മാത്രമല്ല, ഒരു പാഠം. ജനനം ഒരു മനുഷ്യനെ നിർവചിക്കില്ല. ഹൃദയം അവന്റെ യഥാർത്ഥ ശക്തി. സൗഹൃദം, വിശ്വാസം, ദാനം, ഇവയുടെ പ്രതീകമാണ് കർണൻ. അവന്റെ കഥ വേദനാജനകമായിരുന്നു. പക്ഷേ അവന്റെ മഹത്വം അമരമാണ്. ഇന്നും കാലം കടന്നുപോയാലും ഒരു പേര് ഇന്നും മുഴങ്ങുന്നു: കർണൻ. ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ വന്ന ഉടൻ അറിയാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. ഇനിയും കൂടുതൽ സ്നേഹവും സന്ദേശവും നിറഞ്ഞ കഥകളുമായി വളരെ പെട്ടെന്ന് വീണ്ടും കാണാം. അപ്പോൾ വരെ എല്ലാവർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.